ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഓൺ 5 days 5 ദിവസം എ മാൻ ഒരാൾ സ്പെൻഡ് ചെയ്തു 300 റുപ്പീസ് അതായത് 300 റുപ്പീസ് പിന്നെ 250 റുപ്പീസ് 270 റുപ്പീസ് 280 റുപ്പീസ് ആൻഡ് 290 റുപ്പീസ്. ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ഈച്ച് ഡേ ഓൺ ആവറേജ്? ഈ എല്ലാ ദിവസവും അവൻ സ്പെൻഡ് ചെയ്ത ദിവസത്തിന്റെ ആവറേജ് കാണാനാണ് ഈ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് അതിന്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതിന്റെ വഴികളൊന്ന് എഴുതാം കേട്ടോ. അപ്പൊ ഇതിന്റെ വഴികൾ ഇങ്ങനെയാണ്. നമ്പർ ഓഫ് ഡേയ്സ് എത്ര ദിവസം ഉണ്ടായിരുന്നു? ദിവസങ്ങളുടെ എണ്ണം 5 ആണ്. നമ്പർ ഓഫ് സ്പെൻഡ് RS എന്ന് പറഞ്ഞാൽ റുപ്പീസ് ആണ്. ചിലവാക്കിയ ക്യാഷുകൾ എത്രയാണ്? 5 എണ്ണമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വഴികൾ. അപ്പോൾ ഇതിന്റെ ആവറേജ് കണ്ടെത്താനാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ അതിൽ തന്ന റുപ്പീസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ കൂട്ടി നോക്കിയിട്ടുണ്ട് ഞാൻ. അപ്പൊ ആ കൂട്ടി നോക്കിയാൽ ഉത്തരം കിട്ടിയത് 1390 ആണ് റുപ്പീസ്. അപ്പോൾ അത് എങ്ങനെ ഹരിക്കണമെന്ന് വെച്ചാൽ 1390 ഹരിക്കണം 5. 1390 ഹരിക്കണം 5. അപ്പൊ ഇവിടെ നോക്കേണ്ടത് ഇതാണ് അതിന്റെ ഉത്തരം 278. അപ്പൊ അതാണ് അതിന്റെ ആവറേജ്. അപ്പോൾ നമുക്കൊന്ന് എഴുതിയത്. അപ്പൊ ഇതിന്റെ ആവറേജ് എത്രയാണ്? 278. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ദിസ് ആവറേജ് ഈസ് 278. അപ്പോൾ ഇതൊരു ടേബിൾ ആണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് സീ ദ ലെങ്ത് ഓഫ് ക്ലോത്ത്. ഈ ക്ലോത്തുകളുടെ ലെങ്ത് നോക്കുക. അപ്പൊ സുധീറിന്റെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ക്ലോത്തിന്റെ ഷർട്ടിന്റെ ലെങ്ത് ആണ്. ഷർട്ടിന്റെ ലെങ്ത് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത് സുധീർ, രവി, രമേശ്, സുഹൈൽ, ജോസഫ്. അപ്പൊ ആ ഷർട്ടിന്റെ ലെങ്ത് ആണ് 110, 130, 120, 140, 100. There are 23 ബോയ്സ്. അവിടെ 23 ബോയ്സ് ആയിരുന്നു ഇൻ ദ ഒരു ക്ലാസ്സിൽ. ഹൗ മച്ച് ഷുഡ് ബി? അപ്പൊ എല്ലാവർക്കും ഷർട്ട് ആകാൻ എത്ര വാങ്ങിക്കണം എന്നാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് നമുക്ക് ഇതിക്കൊന്ന് എഴുതി കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇതൊക്കെ ഓലെ ഷർട്ടിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് കൂട്ടി നോക്കാം. എന്നിട്ട് നമുക്ക് ആവറേജ് കണ്ടെത്താം. അപ്പോൾ ഇത് കൂട്ടിയപ്പോൾ നമുക്ക് എത്രയാണ്? 600 ആണ് കിട്ടിയത്. 600 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആവറേജ് കണ്ടെത്താം. 600 ഡിവൈഡഡ് ബൈ എത്ര ആൾക്കാരാണ്? 5 ആൾക്കാർ, 5 ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അരച്ചു നോക്കുകയാണ്. അപ്പൊ 120 ആണ് ഇതിന്റെ ആവറേജ് വരുന്നത്. അപ്പൊ അവരുടെ ക്ലാസ്സിൽ 23 ബോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 23 × 20 20 അല്ല 120 ആണ്. നമുക്ക് നേരത്തെ കിട്ടിയ ഉത്തരം 120 × 20 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2760 ആണ് ഇതിന്റെ ആവറേജ്. അപ്പൊ ഇതിന്റെ ആവറേജ് എത്രയാണ്? ദിസ് ആവറേജ് ഈസ് 120. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ. ക്ലാസ്സിൽ അറ്റൻഡ് ആയ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 34, 35, 32, 33, 31. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ്സസ് ഈച്ച് ഡേ? എല്ലാ ദിവസവും കുട്ടികൾ അറ്റൻഡ് ആയ എണ്ണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവറേജ് കണ്ടുപിടിക്കാനാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. അപ്പോൾ 33 ആണ് ഇതിൻ്റെ ആവറേജ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഈസ് 33. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ദ ടേബിൾ ഷോ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി. ഈ ടേബിളിൽ കാണിക്കുന്നത് മജീദിൻ്റെ ഹൗസത്തെ ഇലക്ട്രിസിറ്റി ഇതാണ്. മന്തിലാണ് അത് കാണിക്കുന്നത്. വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത്? മാസത്തിൽ അവൻ ഉപയോഗിച്ച യൂണിറ്റുകളാണ് ഇവിടെ കാണിക്കുന്നത്. പെർ മന്ത്, മാസത്തിൽ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കാണാം. അപ്പോൾ 410 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര മന്തിലാണ്? 1, 2, 3, 4, 5 മന്താട്ടോ. അപ്പോൾ 82 ആണ് ഇതിൻ്റെ ആവറേജ് കേട്ടോ. അപ്പോൾ ദിസ് ക്വസ്റ്റ്യൻ ആവറേജ് ഈസ്